കുറേ നേരമായി ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെയോ പറയണം, എന്തൊക്കെയോ കാണിക്കണോ എനിക്കറിയില്ല എങ്ങനെ പറയണം എന്നുള്ളത്. ഞാനെന്നാൽ പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. വീഡിയോ എന്താ ഇല്ല എന്ന് എല്ലാവരും ചോദിക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷമാണ് മൊബൈൽ എടുത്തത്. അപ്പോൾ കുറേ കമൻസും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകളും കണ്ടു. വീഡിയോ എന്താ ഇല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ, സിരുത്താക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരൊറ്റ രാത്രി ഉറക്കൊഴിച്ച് എണീക്കുമ്പോഴേക്കും ജീവിതം തലകീഴായി മറിയുന്ന ഒരവസ്ഥ. അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറേ ദിവസമായി. എൻ്റെ അത്ത, ഞങ്ങൾ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് വീട്ടിൽ, അതുകൊണ്ട് ഉപ്പാനെ അത്ത എന്നാണ് വിളിക്കുക. അപ്പോൾ എൻ്റെ അത്ത പഠിച്ചവൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഭയങ്കര എന്താ പറയുക, അന്തസ്സോടെ അഭിമാനത്തോടെ പോയി. പെട്ടെന്നൊരു ദിവസം ഉറങ്ങി. ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് എനിക്ക് എന്താ പറയുക, എങ്ങനെയാണ് പറയുക എന്നുള്ളത് അറിയണില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആർക്കാണ് എന്താണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അത്താക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഉള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ മകൾക്ക് ഇങ്ങനൊരു യൂട്യൂബും അതിൽ കുറേ ജനങ്ങളും കിട്ടിയത്, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതൊരു അനുഗ്രഹമാണ്. ഇത്രയും പ്രാർത്ഥിക്കാനും ജനങ്ങളൊക്കെ കിട്ടിയതെന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു പോവാതെ നിങ്ങളറിഞ്ഞ് എൻ്റെ അത്താക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ദുവ, ഒരു നേരം നിസ്കാരത്തിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആ ഒരു ദുവ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ പറയാനും വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതുപോലെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്, അറിയാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവില്ല, അത്താക്ക് അത്രയും ദുവ കിട്ടില്ല, അപ്പോൾ നീ എന്തായാലും അത് പറഞ്ഞേ തീരുള്ളൂ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് പറയുകയാണ്. അത്ത ഞങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് 10 ദിവസത്തോളമായി. പെട്ടെന്നൊരു ദിവസം രാത്രി വീട്ടിൽ അത്ത വരും. ഞാൻ അങ്ങനെ അത്ത ഇങ്ങനെ വാതിൽ ഇങ്ങനെ ഓരോ തിരക്കലുണ്ടാവില്ല. അപ്പോൾ കോളിംഗ് ബെല്ല് രണ്ട് മൂന്ന് ബെല്ല് അടുപ്പിച്ചടിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയാം അത്തയാണ് എന്നുള്ളത്. അത്തക്ക് അധികം നേരം നിൽക്കൊന്നുമില്ല, എല്ലാം ഫാസ്റ്റാണ്. അപ്പോൾ വേഗം ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ അത്തയാണ് വേഗം വാതിൽ തുറന്നു കൊടുക്കുക പറയും. അപ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പോക്കറ്റിൽ 5 മിഠായി, എന്തെങ്കിലുമൊക്കെ 5 സ്നിക്കേഴ്സോ അല്ലെങ്കിൽ മഞ്ചോ കിറ്റ്കാറ്റ് അതുപോലെ എന്തെങ്കിലുമൊക്കെ മിഠായി ഉണ്ടാവും. അപ്പോൾ അത് കൊണ്ടുവന്ന് ഓരോ മക്കളുള്ള റൂമിലേക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കും. കുട്ടി എവിടെ, ഹയാൻകുട്ടൻ എവിടെ, ചുച്ചു എവിടെ, അയച്ചു എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്കും. എനിക്കുള്ള മിഠായി ഇച്ചു ബേബീൻ്റെ കയ്യിലാണ് കൊടുക്കുക. അപ്പോൾ പോണ നേരത്ത് അത്തങ്ങനെ ചോദിക്കും, ഞാൻ എന്നാൽ പോട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ, ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പോയത്. അന്നത്തെ ലാസ്റ്റത്തെ ദിവസം, അതിന് തൊട്ടുള്ള ദിവസം മുമ്പ് വന്നപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്താൻ്റെ ഒസിയത്തായിട്ട് എൻ്റെ മോളെടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ്, പൊട്ടിയാവരുത്, പൊട്ടിയായി ജീവിക്കരുത്, സ്ട്രോങ് ആയി നിൽക്കണം, എൻ്റെ മകളെ തളർത്താൻ പല കാര്യങ്ങളും ഭൂമിയിലുണ്ടാവും, പല രൂപത്തിലുണ്ടാവും, സ്ട്രോങ് ആയി നിൽക്കണം, മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് നീയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ദിവസം വന്ന സമയത്ത് അവസാനം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ പറയാൻ. അപ്പോൾ എനിക്ക് 1-2 വിഷമങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേണ്ട ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താണ് എന്ന് വിചാരിച്ചിട്ട് ഇല്ല ഒന്നുമില്ല അവനപ്പോൾ ശരി അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ആളിറങ്ങിപ്പോയി. ജീവനോടെ ഞാൻ കാണുന്ന ദിവസം അതാണ്. എന്നിട്ട് പെട്ടെന്ന് ശനിയാഴ്ച രാത്രി കുറച്ച് എന്തൊക്കെയോ ഉറക്കം കിട്ടുന്നില്ല. 12 മണി കഴിഞ്ഞു, 12:30 കഴിഞ്ഞു. പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ തോന്നി. അത്തൻ കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ തോന്നി. ശരി രാവിലെ ആവട്ടെ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ 2 മണി കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. 2:30 ആയി. ഞാൻ ഹാളിൽ വന്നിട്ട് ബാഗ് എടുത്ത് അപ്പുറത്ത് വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, അങ്ങനെ വെക്കുന്നു, എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇപ്പം എന്നെ കണ്ടു പറഞ്ഞാൽ എനിക്ക് മാനസിക രോഗമാണെന്ന് വിചാരിക്കും. നട്ടപ്പാതിരെ 2:45 മണിക്ക് ഇവളെന്തേ കാണിക്കണം തോന്നില്ലേ എന്നിട്ട് രാവിലെ ആകട്ടെ എന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോയി കിടന്നു. 3 മണിയായിട്ട് ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കിടന്നു. അതിന് ശേഷം രാവിലെ എണിച്ചിട്ട് കുറച്ച് നേരം കൂടെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട്
മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് മൊബൈൽ വെച്ച് അതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നത്. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ നാത്തൂൻ്റെ സൗണ്ടാണ് കേട്ടത്. അത്ത സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടണില്ല, അങ്ങനെ കിടക്കുകയാണെന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് റേനക്കുട്ടി അന്നൊരു കല്യാണം അവരുടെ ടീച്ചറെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകാനും വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ എന്നെ വേഗം കൊണ്ടുവിടണം, അത്തക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. വേഗം വണ്ടി ഇറങ്ങി. ഇവിടെ നിന്ന് ഭയങ്കര അടുത്താണ്, വീട് ഭയങ്കര അടുത്താണ്. പക്ഷെ ആ ദൂരം ഉണ്ടല്ലോ, എത്രയോ ദൂരം നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് എത്താത്ത ഒരു ഫീലില്ലേ. അങ്ങനെ എത്തുന്നില്ല, ഒന്ന് വേഗം വണ്ടി വിടും, വേഗം വണ്ടി വിടും, അവിടെ അത്ര സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. വീടെത്തി ചെരുപ്പൊക്കെ എങ്ങനെയൊക്കെ എയറിൽ എറിഞ്ഞിട്ട് ഞാൻ വേഗം ഉള്ളിലേക്ക് കയറി വന്ന് നോക്കുന്ന സമയത്ത് ഇവർ ചുറ്റും നിൽക്കുന്നുണ്ട്, രണ്ടണ്ണന്മാരും. അമ്മക്ക് ഇങ്ങനെ കരയുന്നുണ്ട്. വേഗം വന്ന് ഞാൻ പൾസ് നോക്കി, പൾസൊന്നും കിട്ടണില്ല. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പൾസ് ഉണ്ടെങ്കിൽ CPR ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ ഒന്നുമില്ല. എനിക്ക് ആ സമയത്ത് എന്തോ ഒരു ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു പോയി. അങ്ങനെ അതിന് ശേഷമാണ് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അറിയുന്നത്. അന്ന് തലേ ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ചിലർ പറയാം ഒരാൾ ചെയ്ത നന്മ പുറത്തു പറഞ്ഞാൽ അവർക്ക് അതിനുള്ള കൂലി കിട്ടാതാക്കരുത്. അങ്ങനെയൊന്നല്ല. എൻ്റെ അത്ത ചെയ്ത ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അത്ത പറയും. എൻ്റെ അത്ത സിസ്റ്റർ വലിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ പറയും അത്ത വലിക്കല്ലേ. ഞാൻ ഓപ്പണായിട്ട് ഞാനാണ് കുറച്ചും കൂടെ ധൈര്യത്തിൽ സംസാരിക്കുന്ന ആൾ. എല്ലാവർക്കും അത്തനെ ഭയങ്കര പേടിയാണ്, ഇപ്പോഴല്ല പണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒരുപാട് മിങ്കിളായി സംസാരിക്കുന്ന അങ്ങനെ ഒരാളൊന്നല്ല. കണ്ണിൽ കണ്ടത് തോന്നിയത് അങ്ങനെ ഓപ്പണായിട്ട് പറയും, മനസ്സിലൊന്നും വെക്കില്ല. അങ്ങനെ ഈ ഞങ്ങളുടെ ഫാമിലിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഈ ആശ്രയിക്കാൻ ആരുമില്ലാത്ത പാവങ്ങളായ എത്തീങ്ങളായ അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്ത വിധവകളായ സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ വിഷമം ഒരുപാടുണ്ടെങ്കിലും ഒരുപാട് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല അല്ലേ. കുറേ ദിവസമായിട്ട് ബ്രീത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്, കുറേയായി. അത് സിസ്റ്റർ വലിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ആൾ കാര്യമാക്കാതെ അങ്ങനെ കൊണ്ട് നടക്കും. കുറേ ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവസാനമാകുമ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കരുത് എന്ന് മൂപ്പര് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത്ത സിസ്റ്റർ വലിക്കല്ലേ, നിങ്ങളുടെ ലെൻസ്, ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയും, നിങ്ങളുടെ ലെൻസ് പുറത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കറുപ്പ് കളറായിരിക്കും. നമ്മുടെ ശരീരം നോക്കണ്ടേ, അള്ള ശിക്ഷിക്കില്ലേ എന്ന് പറയുമ്പോൾ അത്ത പറയും, നിങ്ങൾ എൻ്റെ മരണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ, നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്ന് പറയും. ശരിക്കും ഈ നിമിഷം വരെ കേട്ടവരും അറിഞ്ഞവരും എല്ലാവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പം കുറേ ദിവസമായിട്ട് സിസർ വലി കുറയ്ക്കാനായിട്ട് അത്ത ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഒരു സിസറിൻ്റെ പൈസ ഒരു ബോക്സിൽ ഇട്ട് വെക്കുന്നുണ്ട്. അത് ഏതോ ഒരു എത്തിയമായവർക്ക് കൊണ്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മാൻ്റെ അടുത്ത് ആ പൈസ എടുക്കുകയെന്ന് പറഞ്ഞു. എടുത്തപ്പോൾ അമ്മ പറഞ്ഞു എണ്ണീറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ നീ എണ്ണ ഉണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മ അറിയില്ല, ഞാൻ എണ്ണീറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ എണ്ണീറ്റ് ആ പൈസ അമ്മ എടുത്തു കൊടുത്തു. അപ്പോൾ അവസാനത്തെ ഇന്നത്തേക്കും തൊട്ട് ചേർക്കണ്ടേ, അടുത്ത മാസം കൊടുക്കാൻ. അപ്പോൾ ആ 70 രൂപ ഇടുന്നില്ലേ, 70 രൂപ എന്ന് പറഞ്ഞു. 70 രൂപ ഇടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ നോക്കിയിട്ട് മിണ്ടാതെ പോകും. ഇനി ഞാൻ ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും മൂപ്പർ ഉദ്ദേശിച്ചത്. എന്നിട്ട് അത് കൊണ്ടുപോയി അവരെ ഏൽപ്പിച്ചു. പിന്നെ ഒരുപാട് ഫാമിലിക്ക് ഇതുപോലെ ഭർത്താക്കന്മാരില്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ഫാമിലിക്ക് മാസം പലചരക്ക് സാധനങ്ങൾ കൊടുക്കായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അതുവരെ 5 വർഷം വരെ നമുക്കറിയില്ല മൂപ്പർ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് ഒന്നും അറിയില്ല. എല്ലാവരും ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാർ എല്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ അത്താനെ പോലെ ചുരുക്കം കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും അതിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് സദക്ക കൊടുക്കുന്ന ആൾക്കാരും മുതലും
ലാഭവും എല്ലാം ചേർത്ത് സദക്ക മാത്രം കൊടുത്ത് ഒരു ഷോപ്പ് തന്നെ എന്താ പറയുക ഇല്ലാതാക്കിയ ആളെന്ന് പറയുമ്പോൾ എൻ്റെ അത്തയായിരിക്കും. അങ്ങനെ ആ ഒരു കിറ്റ് കൊടുക്കുമായിരുന്നു. ഞാൻ 3 വർഷം മുമ്പ് ഇട്ട സമയത്ത് 100-150 ഫാമിലിക്ക്. അതുപോലെ നിങ്ങൾ ഈ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നും പിരിച്ചെടുത്തിട്ടും സംഭാവന വാങ്ങിച്ചിട്ടും ദാനധർമ്മം കൊടുത്ത് അതിൻ്റെ ഒരുപാട് മഹിമയും പെരുമയും വാങ്ങിയ ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതങ്ങനെയല്ല, സ്വന്തം പൈസ മാത്രം എടുത്തുകൊണ്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അറിഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, ഒരുപാട് പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി ഫാമിലിക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും പ്രചോദനമാവും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരിക്കലും എന്നെ സമ്മതിച്ചില്ല. നീ പോ ഇങ്ങനെ എന്നോട് പറഞ്ഞത്. വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു അത്തപ്പോൾ ഒരാൾ ചെയ്യുന്നു, അത് കണ്ടിട്ട് ഒരു 100 ആൾക്കാർ ചെയ്ത ഈ 100 ആൾക്കാർ ചെയ്യുന്ന കൂലിയും അത്താക്ക് കിട്ടൂലേ എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് അത്തൻ്റെ ഫേസ് കാണിക്കാതെയാണ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്ക് കണക്കിന് ആട്ട, റവ, പഞ്ചസാര, ചായപ്പൊടി എൻ്റെ അത്തൻ്റെ വണ്ടിയിൽ ഇരുത്തി ഓരോന്ന് കാണിച്ച് തന്ന് കൊണ്ടുപോയി ഇതൊക്കെ പാക്ക് ചെയ്ത് വേറെ ആൾക്കാർ, അത്ത നേരിട്ടല്ല കൊടുക്കുന്നത്, വേറെ ആൾക്കാർ മുഖാന്തരം ഏതൊരു മിൽമയിൽ വെച്ചിട്ടാണ് ഈ സപ്ലൈ ചെയ്യുന്നത്. ഇത് അത്തയാണ് കൊടുക്കുന്നതെന്നോ വാങ്ങുന്നത് ആരാണെന്ന് പോലും അറിയാതെ അത്രയും സൂക്ഷ്മമായി കൊണ്ട് നടന്ന് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എൻ്റെ അത്തയാണത് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പോലും അറിഞ്ഞത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് എന്തോ ആണ് അതൊരു സംഘടനയ്ക്ക് ഏൽപ്പിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. ബാക്കി അവർക്ക് ചേർത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ബാക്കി അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മരിക്കുന്നത് മുൻകണ്ടുകൊണ്ട് ഞാൻ പറയേണ്ട അത്ത പോയിട്ടുള്ളത് കോടീശ്വരനായിട്ട്, ഭൂമിയിൽ കോടീശ്വരനായിട്ട് ജീവിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷേ പോണ സമയത്ത് തൻ്റെ ആഹാരത്തിനും വേണ്ടിയിട്ട് കോടിക്കണക്കിന് പുണ്യങ്ങൾ നേടിയിട്ട് ആ മനുഷ്യൻ പോയിട്ടുള്ളത്. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പും അതുപോലെ ഒരു 30 ഫാമിലീനെ കണ്ടുപിടിച്ച് അവരെ മീൻസ് അർഹതപ്പെട്ട ഫാമിലീനെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ലിസ്റ്റെല്ലാം ഇട്ടതിന് ശേഷം എൻ്റെ മൂത്ത ആങ്ങളടുത്ത് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്, നിനക്ക് ഒരുപാട് വഴിയിൽ ഇനി പൈസകൾ വരും, പക്ഷെ ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യത്തിലും ഒരു കുറവും നീ ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. സാധാരണ പോലെ പറയുകയാണെന്നാണ് എല്ലാവരും കേട്ടത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് പോയി. പിന്നെ അതിന് ശേഷം ഈ മരണം അറിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ പറയുന്നത്. സത്യമായിട്ടും ഇതിലൊന്നും എനിക്ക് യാതൊരു പങ്കോ അല്ലെങ്കിൽ എനിക്ക് പെരുമ കിട്ടോ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ അത്താക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും കഴിവുള്ള ഒരാളെങ്കിലും ചെയ്താൽ ആ പുണ്യം എൻ്റെ അത്താക്ക് കിട്ടുന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഈ പറയുന്നത്. കാരണം ഓരോരുത്തരുടെ പ്രാർത്ഥനയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ പ്രാർത്ഥന കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എന്താ പറഞ്ഞു. മരണം അറിഞ്ഞതിന് ശേഷം മരിച്ചതിന് ശേഷം എൻ്റെ ചാച്ചമാരെ കണ്ടിട്ടാണെങ്കിലും അണ്ണന്മാരെ കണ്ടിട്ടാണെങ്കിലും ഓരോരുത്തർ പറയാ നിങ്ങളുടെ അണ്ണൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് പോലും അറിയുന്നത്. പല പള്ളിയിലും അവർക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള അരി കൊടുക്കുകയും ആരും ഇതറിയരുതെന്ന് പറയും. അതിനുശേഷം ഇപ്പോൾ മരണത്തിന് ശേഷമാണ് ഓരോ പള്ളിയിൽ അറിയണ വെള്ളം കൊടുത്തിരുന്നത്. വേറെ വേറെ പള്ളികൾ അങ്ങനെയായിട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ ഷിർക്ക് ഒരുപാട് പടർന്നു പിടിച്ചൊരു സമയത്ത് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ പള്ളി കൊണ്ടുവരികയും അങ്ങനെ ഒത്തിരി ഇതൊക്കെ ചെറുത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം. ആ മനുഷ്യൻ്റെ ഒരു ഇത് പറഞ്ഞിട്ട് എല്ലാവരും സ്വന്തം മക്കൾക്ക് വീട് സ്വന്തം മക്കൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കളിനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പഠിച്ചവനെ ഏൽപ്പിച്ചിട്ട് എന്താ പറയുക ഒരുപാട് പേരെ കണ്ണീരൊപ്പി ആ ഒരു മനുഷ്യനക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു നേരം പറ്റുകയാണെങ്കിൽ ഒന്ന് ദുആ ചെയ്യും. എനിക്കിപ്പോഴും ഒരു മരണം ഇനിയില്ല, മൂപ്പര് ഇനിയില്ല എന്ന് അത് ചിന്തിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ എന്നെങ്ങനെ ഭൂമിയിൽ ഒറ്റപ്പെട്ട പോലെ നമ്മളാവൂലേ ആ ഒരു ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവസാനം അത്ത പറഞ്ഞേക്കണ് എൻ്റെ മകൾക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് നിന്നെ സൃഷ്ടിച്ച ഒരു ശക്തിയില്ലേ, നിനക്കൊരു രക്ഷിതാവില്ലേ, ആ രക്ഷിതാവ് നിന്നെ സംരക്ഷിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം. അതുപോലെ
അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ ഒത്തിരി ജനങ്ങളുടെ പ്രാർത്ഥന എൻ്റെ അത്താൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നി. ഒരു ധൈര്യം കിട്ടുന്നില്ല, ഈ നാട്ടുകടലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ ഒരു തോന്നൽ അങ്ങനെയൊക്കെ. പക്ഷെ അത്താക്ക് എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, എപ്പോഴും രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് അത്ത പറയുന്നത് ഇത്രയും ജനങ്ങളിൽ അവൾക്ക് കിട്ടിയില്ലേ. ഈ കമൻ്റ് അമ്മ ഇന്നത്തേക്ക് ഒരു സ്മാർട്ട് ഫോണോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അമ്മ അങ്ങനെ വായിച്ചു കൊടുക്കും. അപ്പോൾ പറയും എൻ്റെ മകളെ സ്നേഹിക്കാൻ എത്രയും ജനങ്ങളിലല്ലേ, ദുബായിൽ നിന്ന് ആൾക്കാർ നോക്കുമോ, കുവൈറ്റിൽ നിന്ന് നോക്കുന്നുണ്ടോ, അമേരിക്കയിൽ നിന്നോ, ഫിൻലാൻഡോ, ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെ കമൻറ്റ് ചിലർ ഞാൻ ഇടയ്ക്ക് പറയില്ല നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണെന്ന് കമൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അത്തൊക്കെ അമ്മ വായിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും റബ്ബിൻ്റെ ഒരു അനുഗ്രഹമാണില്ലേ. വീട്ടിനുള്ളിൽ നിന്ന് പറയല്ലോ ഒന്നും അറിയാത്ത അവളുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേരുടെ ദുആ കിട്ടണു, അവരുടെ സ്നേഹം കിട്ടണു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണല്ലേ. എനിക്കിത് അത്ഭുതമായിട്ട് തോന്നണു എന്നുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് എൻ്റെ വീടിൻ്റെ ഒരു ബാങ്കിലൊരു ഇതുണ്ടായിരുന്നില്ലേ, അത് ഏറ്റവും അവസാനം അടിച്ച് കഴിഞ്ഞിട്ട് അത്താന്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പോണതിന് മുമ്പ് എല്ലാ മക്കളും സെറ്റിൽഡായി. മൂത്ത അണ്ണാക്ക് അത്താൻ്റെ എല്ലാ ജോലികളും ഇപ്പം എന്താ പറയുക ടെൻഡർ അതുപോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനത്തെ ഒക്കെ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവൻ്റെ കാര്യം സെറ്റിലായി. രണ്ടാമത്തെ അണ്ണൻ്റെ കാര്യം സെറ്റായി. എൻ്റെ കാര്യം എൻ്റെ കടങ്ങളൊക്കെ വീട്ടി. എനിക്ക് ഒരു വരുമാന മാർഗം, എനിക്ക് ആരുടെ മുമ്പിലും ചോദിക്കാൻ പോണ്ട അങ്ങനെയെന്നൊക്കെ ആയ ആൾക്ക് അതെപ്പോഴും പറയും. അതൊക്കെ അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോ പറഞ്ഞ പോലെ നമ്മുടെ മക്കളെ നോക്കിലും ആരാനെ നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചോനെ നമ്മളെ മക്കളെ നോക്കുന്നുള്ള പോലെ എൻ്റെ അത്താൻ്റെ കാര്യത്തിൽ അത് ഒരുപാട് സത്യമായിരുന്നു എന്നുള്ളത് എനിക്കെൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ഭയങ്കര എന്തോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ, നമുക്കങ്ങനെ തോന്നുമല്ലോ, അയ്യോ നമ്മൾ ഒറ്റക്കായോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ബലം, ശക്തി, എൻ്റെ എല്ലാം എനിക്ക് അങ്ങോട്ട് ചോർന്നു പോയ പോലെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് അന്നൊരു ദിവസം വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് വാതിലിങ്ങനെ തട്ടി. അപ്പോൾ ഞാൻ എന്തൊരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അത്ത ഒരു ഷോർട്സിനെന്തോ തുറന്നാൻ പറഞ്ഞു, നിനക്ക് ഉറങ്ങാൻ തോന്നുന്ന അപ്പം നീ ഉറങ്ങണം, സമയം മാറ്റി വെക്കാൻ പാടില്ല, ശരീരത്തിന് വേദനിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ തോന്നി അപ്പം ഉറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു തമാശ പോലെ ഞാൻ പറഞ്ഞു എന്നാൽ അത്തൊരു കാര്യം ചെയ്യും, കുട്ടീനോട് നോക്കിയിട്ടിരിക്കും, ഞാൻ അവിടെ ഉറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അത്ത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ സമയം കുട്ടീനെ അമ്മാന്ത് കൊടുത്തേക്ക്, അമ്മ കുറച്ച് നേരം നോക്കട്ടെ, കുറച്ച് റെസ്റ്റ് എടുക്കുക, ഉറങ്ങാതെ ഇങ്ങനെ പണി ചെയ്യല്ല, കാരണം മക്കൾക്ക് നീയല്ലേ ഉള്ളൂ, അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ അങ്ങനെയെന്നൊക്കെ. പിന്നെ ഒരു ദിവസം പറഞ്ഞു, ഒരു 3-4 മാസം മുമ്പ് എന്നോട് പറഞ്ഞ് എൻ്റെ മകളൊരു കാര്യം ചെയ്യും, 5 വർഷത്തിന് അത്താക്ക് ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് അള്ളാൻ്റെ അടുത്ത് ദുആ ചെയ്യും, ഞാൻ എല്ലാം ഓർസാക്കി തരാം, എല്ലാം ചെയ്തു തരാം. ഞാൻ എപ്പോഴും പറയും എന്നെ എല്ലാ കാര്യങ്ങളും പുറത്തേക്കൊന്നും വിടാതെ നിങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരാളില്ലാത്ത ഞാൻ. അപ്പോൾ എനിക്കൊന്നും കഴിയണില്ല പറ്റുന്നില്ല അങ്ങനെ പറയുന്ന സമയത്ത് ഒരു 5 വർഷം അത്താക്ക് വേണ്ടിയിട്ട് ആയുസ്സും ആരോഗ്യത്തിനും ദുആ ചെയ്യും, അത്രയും മതി എനിക്ക്, അതിനുള്ളിൽ എല്ലാം ഞാൻ ചെയ്ത് ഓർസാക്കി തരാമെന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ കാര്യത്തിൽ എന്താ ഗ്യാരണ്ടി ഉള്ളത് അങ്ങനെയെന്ന് ചോദിക്കരുത്. അപ്പോഴാണ് പറഞ്ഞത് നിന്നെ സൃഷ്ടിച്ചത് രക്ഷിതാവുണ്ട്, നിനക്കൊരു യജമാനനുണ്ട്, ആ യജമാനൻ നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇനിയൊരു കാര്യം ഞാൻ പറയാം, ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല എൻ്റെ അത്തയും അള്ളാഹുവും തമ്മിലുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. ഏത് നേരവും ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാ 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 ഇത് മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേകതരമായിട്ട് ആരെങ്കിലും ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും അനീതിപരമായിട്ട് കാണിക്കണോ, മീൻസ് അർഹതപ്പെടാത്ത എന്തെങ്കിലും ആരെങ്കിലും എടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് റബ്ബ് ചോദിക്കും എന്ന നിലക്ക്. പിന്നെ കടങ്ങൾ, ഏറ്റവും അവസാനത്തെ കടങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് കടങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് അമ്മാൻ്റെ കഴിഞ്ഞ നോമ്പിൻ്റെ മുമ്പത്തെ നോമ്പിനാണെന്ന് തോന്നുന്നു, അമ്മാൻ്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി വാങ്ങിയിട്ട് അന്നത്തെ ഇവിടെ ഏരിയയിലുള്ള ലേഡീസിന്, അതായത് ഭർത്താക്കന്മാരില്ലാത്ത ലേഡീസിന് സാരികൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. കാരണം എന്താ വെച്ചാൽ എന്തിനകത്ത് ഇങ്ങനെ ഒരു കട നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്,
അങ്ങനെ അമ്മാൻ്റെ മോതിരം മാത്രമല്ല വേറെയും കുറച്ച് പൈസയൊക്കെ മോതിരം കൊണ്ട് മാത്രം ആവില്ലല്ലോ, എത്രയോ പേർക്ക് അറിയില്ല, 100 പേരാണെന്ന് തോന്നുന്നു സാരി. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചോദിച്ചു എന്തിനകത്ത് അങ്ങനെ ഒരു കടങ്ങൾ ഉണ്ടാക്കി വെച്ചത്, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാസ്റ്റ് അതായത് അത് ഞാൻ ചോദിച്ചത് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്നൊരു സമയത്ത് ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മോതിരം വാങ്ങിച്ചു കൊടുക്കണം, ഒരു സ്ഥലം വാങ്ങിയതിൽ ഞാൻ പൈസ കൊടുക്കാണ്ട്. അപ്പോൾ പറഞ്ഞത് ആ പൈസയിൽ നിന്ന് അമ്മക്ക് ആ മോതിരം നീ വാങ്ങിച്ചു കൊടുക്കണം, ഞാൻ നിൻ്റെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ പൈസ ഇല്ലായിരുന്നു, അപ്പം എൻ്റെ മകൾക്ക് പൈസ വരുന്ന സമയത്ത് നീ അത് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനകത്ത് അങ്ങനെ ഒരു ബാധ്യത നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്, നിങ്ങൾക്ക് തന്നെയല്ല അത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, ഞാനിപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് വെച്ചത് കൊണ്ട് അതൊരു സംഘടനയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത വർഷം ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ളത്, കൊടുക്കാനുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അവർക്കതൊരു ബാധ്യതയായില്ലേ, അല്ലെങ്കിൽ അവരായിട്ട് അത് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അടുത്ത വർഷം ചെയ്യുമ്പോൾ എനിക്ക് തന്നെയല്ലേ അതിൻ്റെ കൂലി കിട്ടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും വേണ്ടിയില്ല. അത്ര ഭയങ്കര ബുദ്ധിമാനാണ് ഞാൻ പറയാം. കാരണം തൻ്റെ ഖബറിനും അല്ലെങ്കിൽ തൻ്റെ പരലോകത്തിനും വേണ്ടിയിട്ട് ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്ത് എല്ലാം നേടിയെടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അതിൻ്റെ ദുആ എന്തായാലും ഞങ്ങളുടെ ഫാമിലിക്കും കിട്ടും എന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പാണ്. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ടായിരിക്കുക. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും അല്ലാഹ് എന്നെ ശിക്ഷിക്കോ. ഒരിക്കലും എനിക്ക് സ്വർഗം വേണം എന്നെ അത്ത പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് സ്വർഗം വേണം, സ്വർഗത്തിൽ പോകണം, അല്ലാഹ് എനിക്ക് സ്വർഗം തരണം എന്നും മൂപ്പര് പ്രാർത്ഥിക്കാറില്ല. അതിന് പകരം പ്രാർത്ഥന നരകശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മാത്രം. എന്നോട് പറയും എനിക്ക് സ്വർഗം വേണമെന്നില്ല, പക്ഷെ നരകശിക്ഷ എനിക്ക് കിട്ടരുത്, എനിക്ക് ശിക്ഷ കിട്ടുമോ അങ്ങനെയെന്നുള്ള കാര്യമാണ് ചോദിക്കുക. ആൾ മുഖത്ത് നോക്കി ആരെടുത്തും എന്ത് തോന്നിക്കഴിഞ്ഞാലും ഓപ്പണായിട്ട് മുഖത്ത് നോക്കിയിട്ട് പറയും. അങ്ങനെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത്താനത്ത് പുറത്തു കൊടുക്കാനും വേണ്ടിയിട്ട്, അത്താക്ക് വേണ്ടി പുറത്തു കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ചോദിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ചില കുറച്ച് ആൾക്കാർക്കൊന്നും ചിലപ്പോൾ മരിപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് വരെ കേട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അങ്ങനെ ഒരാളിനി ഭൂമിയിലില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയും കൂടി ചെയ്യുകയാണ്. ആൾ ഭൂമിയിലില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആൾ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളും ഇപ്പോഴും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 3 മക്കളും ജീവനോടുള്ളിടത്തോളം കാലം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മൂപ്പര് ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയും, അതായത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുത്തത് എൻ്റെ അത്ത തന്നെയാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ അത്താക്കായിരുന്നു നിർബന്ധം അറബി കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്കും താല്പര്യക്കുറവില്ല, പക്ഷെ ഞാൻ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അറബിയോടൊപ്പം തന്നെ +2 ഉള്ള മറ്റ് സബ്ജക്ട്സുള്ള ഒരു കോളേജാണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞതല്ല, ഹദീസ്, ഖുർആൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ചില സമയങ്ങളിൽ എപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാനത് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ വിവാഹമാണെങ്കിലും പരിപൂർണമായിട്ടും എൻ്റെ അത്താൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രം നടന്നാണ്. അപ്പോൾ കുറേ ദിവസം മുമ്പ് അത്തനോട് ചില സമയങ്ങളിൽ ഞാനിങ്ങനെ എനിക്ക് വിഷമം തോന്നും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഓരോ കമൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അങ്ങനെ ഡിപ്രഷനായിട്ട് നിന്നിട്ട് അത്താന്തല്ല നേരിട്ട് പറയും, അമ്മാന്ത് പറയുമ്പോൾ അമ്മ അത്താന്ത് പറയും, അത്ത ഇവിടെ വന്നിട്ട് എന്നെ വന്ന് സമാധാനിപ്പിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പേടിയാവണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പരലോകം എനിക്ക് പോകുമെന്ന് പല സമയത്ത് എനിക്ക് പേടിയാവണമെന്ന് പറയുന്ന സമയത്ത് അത്ത പറഞ്ഞു 10-17 കൊല്ലം അതിന് മുമ്പ് അത് അത്താൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം, അത്താൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ ജീവിച്ചില്ല. ഈ അത്താൻ്റെ കുരുത്തും പൊരുത്തും സമാധാനവും സന്തോഷവും നിനക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ ആർക്കും ദ്രോഹങ്ങൾ ചെയ്യണില്ല, ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മോശമായ രീതിയിലൊന്നും ചെയ്യണില്ലല്ലോ. നീ വിഷമിക്കേണ്ട, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ സങ്കടപ്പെടരുത്, കരയരുത്. തളർത്താൻ പല രീതിയിൽ പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും പലരും വരാൻ നിൻ്റെ മുന്നിൽ. നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിന്നെ വിഷമിപ്പിക്കുന്ന അങ്ങനത്തെ വ്യക്തികളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇനിയും അവരെ കൊണ്ട്
അങ്ങനെയുള്ളവരുടെ ആ ഒരു പ്രസൻസ് ഒഴിവാക്കുന്നതാണ് നിനക്ക് നല്ലത്. കാരണം നീ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് എൻ്റെ ഒരു ബാക്ക് ബോൺ എനിക്ക് മൂപ്പരൻ ഉള്ള സമയത്ത് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം എൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല. ഇത്രയും ഇങ്ങനെ നമ്മളെ വിട്ടിട്ട് പോയപ്പോൾ ഇത്രയും ഞാനിങ്ങനെ വന്ന് സംസാരിക്കരുതെന്ന് ഒരുപാട് വിചാരിച്ചതാണ് കേട്ടോ. ഭയങ്കര ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഇത്രയും വീക്കാണെന്നുള്ളത് എന്നെക്കാളും കൂടുതൽ എൻ്റെ അത്ത മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അമ്മാനത്ത് പറയത്ര അവൾ വെറും പൊട്ടിയാണ് അവൾ. നമ്മൾ ചിലർ പറയില്ല അവരാണ് പൊട്ടി, ഇങ്ങനെ അവരൊന്നല്ല പൊട്ടി. എൻ്റെ മകളാണ് ശരിക്കും ലോക പൊട്ടി. അതിന് ശരിക്കും ജീവിക്കാൻ അറിയണില്ല. ആരെയും വിശ്വസിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കണം, അങ്ങനെ ആവാൻ പാടില്ല. അവൾക്ക് ധൈര്യത്തോടെ ജീവിക്കാനും ധൈര്യം പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ കൊണ്ട് എൻ്റെ അടുത്തും പറഞ്ഞു, നീ വെറും പൊട്ടിയാണ് നീ, ഇനി ആർക്കും നീ ഒന്നും നിലനിൽപ്പിന് ഇത് ആയതുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചിട്ട് ഇപ്പോൾ ഡെയിലി രാത്രി ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് ഇന്ന് രാത്രിയെങ്കിലും അത്താനൊന്ന് സ്വപ്നം കണ്ടാൽ വേണ്ടില്ലായിരുന്നു, എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടാവോ, എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെയെന്നുള്ളത്. പിന്നെ നാത്തൂന് സ്വപ്നം കണ്ടെത്ര. അപ്പോൾ നാത്തൂന് ഇങ്ങനെ നിങ്ങളുടെ ഹൃദയമായ നിങ്ങളുടെ മകളെ കുറിച്ചിട്ട് എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ മേലേക്ക് കൈ കാണിച്ചു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇനിയൊരു കാര്യം ഈ ഒരു മരണത്തിൽ നിന്നും മനസ്സിലായത്, നമ്മൾ ചെയ്യേണ്ട ദാനധർമ്മങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എൻ്റെ അത്ത പറഞ്ഞു പഠിപ്പിച്ചതല്ല കേട്ടോ. കുറേശ്ശൊക്കെ നമ്മൾ കാണുമല്ലോ, അറിയാതെ ചെയ്ത ഒരുപാട് കാര്യങ്ങളും ചില കാര്യങ്ങളും നമുക്ക് അറിയുമ്പോൾ നമ്മളും എന്ത് തന്നെ ആയാലും നമ്മുടെ പാപ്പമാരാണ് നമ്മുടെ ഹീറോ. ആ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ആ വീഡിയോയിൽ 3 വർഷം മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട് മൈ ഗ്രേറ്റ് ഫാദർ എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ വായന അങ്ങനെ വന്നു. പക്ഷെ അത് എൻ്റെ അത്താക്ക് ഭയങ്കര 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 സന്തോഷം ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയും, നീ എന്നെ ഗ്രേറ്റ് ഫാദർ എന്ന് പറയില്ല. കാരണം അത്താക്ക് തന്നെ ചില സമയം തോന്നും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലയോ എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു മനസ്സും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ളതും ഒക്കെ തന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു കൾച്ചർ, ആരാനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, ആരാൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത്ത എപ്പോഴും പറയും, ഒരു പൈസ പോലും ഹറാമായത് ഞാൻ എൻ്റെ മക്കളെ തീറ്റിച്ചിട്ടില്ല, ഹലാലായത് മാത്രം കൊണ്ട് വളർത്തിയ മക്കളാണ് എന്നുള്ളത് ഭയങ്കര അഭിമാനത്തോട് പറയും. എത്രയോ വഴിയിൽ എങ്ങനെയൊക്കെയോ, അതായത് ഹലാലായ പൈസ പോലും ഒഴിവാക്കിയിട്ട് വന്നൊരു മനുഷ്യനാണ്. അതിലെന്തെങ്കിലും അങ്ങനെ കലർന്നു പോകുമോ എന്നുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ വീഡിയോ ചെയ്യുകയാണെങ്കിലും അങ്ങേയറ്റം ഞാൻ പരിശ്രമിക്കാറുണ്ട് പല ഇൻഫോർമേഷൻസ് എൻ്റെ വീഡിയോയിലൂടെ കൊടുക്കാനും റെസിപ്പീസ് പുതിയതായിട്ട് കൊടുക്കാനും. എന്തിനാന്ന് വെച്ചാൽ പുതിയ അറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നത്. അത് ഹലാലാണ് എന്നുള്ള ഞാൻ അധ്വാനിച്ചിട്ടാണ് എന്ന് ആ ഒരു ബോധ്യത്തോടു കൂടെ ചെയ്യാൻ എനിക്കങ്ങനെ ഒരു തോന്നലുണ്ടായത്. എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ച് തന്ന, അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചത്, കാണിച്ചു തന്ന ആ ഒരു രീതി, ആരെയും ഉപദ്രവിച്ചുകൊണ്ടോ ആരെയും അർഹതപ്പെടാത്ത മുതൽ നമ്മൾ ആഗ്രഹിക്കരുത്. പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട നമ്മുടെ കയ്യിലുള്ള മുതലുകൾ നമ്മൾ അങ്ങനെയും എത്തിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ദാനധർമ്മം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക, അഖമഴിഞ്ഞ് തന്നെ ചെയ്യുക. എന്നെ അത്ത ആഗ്രഹിച്ച പോലെ അഭിമാനമുള്ളൊരു മരണം മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്ക് ചിരിച്ചുകൊണ്ട് പോയൊരു മനുഷ്യനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാം. തലേ ദിവസം തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ആരെയൊക്കെ കാണാനുണ്ടോ എല്ലാവരെയും പോയി കണ്ട് എത്രയോ നേരം സംസാരിച്ച് അവരുടെ മനസ്സിന് സന്തോഷപ്പെടുത്തിയതിന് ശേഷമാണ് ആൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷം അവസാനമായിട്ട് അമ്മ എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ, അത് ഞാൻ പിന്നൊരു ഇതിൽ പറയാം. ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഭയങ്കരമായിട്ട് എതിരായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുപോലെ ഷിർക്കിന് ഭയങ്കരമായിട്ട് എതിർത്ത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ഒരു മനുഷ്യനായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാനും എൻ്റെ ആങ്ങളമാരാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു മാറ്റം തന്നെ വന്നത് എൻ്റെ അത്താൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടാണ്.
അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ആള് എണീറ്റ് സുബഹ് നിസ്കരിക്കാൻ വേണ്ടി, എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം എൻ്റെ ഫാദർ ആയതുകൊണ്ടായിരിക്കാം മേ ബി, ഞാൻ പറഞ്ഞു അത്രയും വയ്യാതിരുന്നിട്ട് ആള് സുബഹ് നിസ്കരിക്കാൻ നടന്ന് പള്ളിയിലേക്ക് പോയിരിക്കാൻ. എപ്പോഴും പറയും പള്ളിയും വീടും അടുത്തുള്ള വീട് വേണം. സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കഴിവില്ലാണ്ട് അങ്ങനെയൊന്നുമല്ല. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങി ചെറിയ വിലക്ക് ഒരുപാട് പേർക്ക് വിറ്റ ഒരാളാണ്. എത്രയോ പേർക്ക് കോൺട്രാക്ട് ബിസിനസ് ഉണ്ടായിരുന്നു, കോൺട്രാക്ട് വീടുകൾ കെട്ടിക്കൊടുക്കുക, എത്രയോ പേർക്ക് അങ്ങനെ വീടുകൾ കെട്ടിക്കൊടുക്കുക, അങ്ങനെ ഒരുപാട് ചെയ്തിട്ടും സ്വന്തം കുടുംബത്തിന് വേണ്ടി അങ്ങനെ ചിന്തിക്കാതെ ഇരുന്ന ഏറ്റവും അവസാനം ഇങ്ങനെ പറയുന്നു, പള്ളീൻ്റെ അടുത്ത് വീട് വേണം, നിസ്കരിക്കണം, എല്ലാവർക്കും എല്ലാം ചെയ്യണം അങ്ങനെയെന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം നടന്ന് പള്ളിയിലേക്ക് പോയി സുബഹി നിസ്കാരം ഇമാം ജമാഅത്തോടു കൂടെ നിസ്കരിച്ചിട്ട് വരുമ്പോൾ അവിടെ ആരെ കണ്ട് തലയാട്ടിയിരിക്കുന്നു. സംസാരിക്കാനും പോലുള്ള ഒരു ഇത് ആൾക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം തിരിച്ചു വന്ന് അവിടെ നിന്ന് ഒരു പാക്കറ്റ് പാലും വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ വീടിൻ്റെ ഒരു മുക്കിൽ കാർ ഷെഡിൻ്റെ കുറച്ചപ്പുറത്ത് ദൂരെയാണ് ഇരിക്കുക. അതിൻ്റെ അടുത്തൊരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്, അതിൽ ഒരു ഖുറാൻ്റെ ഒരു പരിഭാഷ ഉണ്ട്. ഡെയിലി ഫ്രീ കിട്ടുമ്പോൾ ഒക്കെ അത് വായിച്ചിട്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഞാനിപ്പോൾ 4 ദിവസം മുമ്പ് പോയിട്ട് ആ ചെയർ അതുപോലെ ഇട്ട് ആ പരിഭാഷ എടുത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ഏറ്റവും അവസാനം വായിച്ചത് ഇസ്തിഗ്ഫാർ, സൂറത്തുൽ ഇസ്തിഗ്ഫാറാണ് ഓതിയിട്ടുള്ളത്. അപ്പോൾ അത് ഓതി ആൾക്ക് അപ്പോൾ സക്രാത്തിൻ്റെ ആ ഒരു ഹാലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആൾക്ക് നല്ല നെഞ്ചുവേദന എടുത്തിട്ട് ഞങ്ങളുടെ വലിയ ഗേറ്റിലേക്ക് വേദന സഹിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ കുഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കൂല, അങ്ങനെ നിന്നിട്ട് ഉള്ളിലേക്ക് കയറി ഓപ്പോസിറ്റ് വീട്ടിൽ മേലെ താമസിക്കുന്ന താത്തയെ കണ്ടിട്ടില്ല. ഉള്ളിലേക്ക് കയറി കിടന്ന് നോക്കിയിട്ട് സക്രാത്തിൻ്റെ ഹാളിൽ ബാത്റൂമിലേക്ക് പോകാൻ നോക്കില്ല. നോർമലി എല്ലാവരും ചിലപ്പോൾ കിടന്നോടത്തുനിന്ന് തന്നെ ആയിരിക്കും പോവുക. എണീറ്റതും വീഴാൻ പോയപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് എനിക്കല്ലേ വീഴാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയായിരുന്നു. അതായത് ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറ് പറന്നു പോയിട്ടുണ്ടാവില്ലേ, പറഞ്ഞിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. നേരെ ബാത്റൂമിൽ പോയി കാല് കഴുകിയിട്ട് വന്ന് ബെഡിൽ കിടന്ന് കിബിലേക്ക് മുഖം തിരിച്ച് വെച്ച് ആൾ കിടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് അമ്മ കൂടെ നമസ്കാരം കഴിഞ്ഞിട്ട് കിടന്നിട്ട് അമ്മക്ക് പോലും ഒരു ഇതിനു പോലും ആ വേദനൻ്റെ ഒരു കാലനങ്ങിയിട്ടോ അല്ലെങ്കിൽ കൈ അനങ്ങിയിട്ടോ പോലും അമ്മാനെ അറിയിച്ചിട്ടില്ല. അതായത് ഈമാൻ അത്രയ്ക്കും ഉറച്ചിട്ടാണ് ആൾ പോയിരിക്കുന്നത്. അഭിമാനത്തോടെ ഞങ്ങളിലൊക്കെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ മരണം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും, അത്ഭുതപ്പെടുത്തും എന്ന് പറയുന്ന പോലെ അത്രയും ഈമാൻ ഉറച്ച ആ മനുഷ്യൻ എപ്പോഴും ദിക്റ്, ഏത് സമയത്തും ദിക്റ് ചൊല്ലിയിട്ടേയിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാത്ത ആൾക്കാരുടെ മുമ്പിൽ പോകുമ്പോൾ നിങ്ങളിങ്ങനെ വായോണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ദിക്റ് ചൊല്ലുകയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എല്ലാവർക്കും അറിയില്ല. ആൾക്കാരെന്തെങ്കിലും വിചാരിക്കില്ല പറയുമ്പോൾ ചിരിക്കും. അത് അത്രയും ദിക്റ് ചൊല്ലുന്ന ഒരാളാണ്. അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു 1/2 മണിക്കൂറോളം ദിക്റെല്ലാം ചൊല്ലി കയ്യിൽ ഊതി ശരീരം മൊത്തം തടവിയിട്ട് ലാസ്റ്റ് എൻ്റെ അവിടേക്ക് വരുമ്പോഴും പറഞ്ഞാൽ എപ്പോഴും അതുപോലെ മോള് ദിക്റ് ചൊല്ലി മാനേന്ന് പറയുക, ദിക്റ് ചൊല്ലി മാനെ കിടക്കണം. മക്കൾക്ക് ഞാനിങ്ങനെ ഊതി കൊടുക്കുമ്പോൾ കണ്ടിട്ട് പറഞ്ഞു ഇതുപോലെ ഇത് മുടക്കരുത്, ഡെയിലി നമുക്കത് ശക്തിയാണെന്ന്. ശരിക്കും ആ ഒരു ശക്തിയൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും സിസ്റ്ററൊക്കെ വലിച്ചാലല്ലേ ഇങ്ങനെ മരണം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞത് എൻ്റെ മരണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നുള്ളത്. ശരിക്കും അത്ഭുതപ്പെടുത്തി. അതേപോലെ തന്നെ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാലായിരിക്കും പല ഭാഗത്തുനിന്നും പലതും നിങ്ങൾ അറിയുന്നത്. അന്ന് നീ വിചാരിക്കും എൻ്റെ അത്ത ഇങ്ങനെ ആയിരുന്നോ, ഇങ്ങനെയുള്ള ഒരാളായിരുന്നോ എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇപ്പോൾ അത്ഭുതപ്പെട്ടു പോകണം എങ്ങനെ നിങ്ങളെ കൊണ്ട് അങ്ങനെ സാധിക്കുന്നു. സ്വാർത്ഥമായിട്ട് ചിന്തിക്കാതെ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിച്ച് അഭിമാനമാണ്. ആ ഒരു പിതാവിൻ്റെ മകളാണെന്ന് പറയാൻ ശരിക്കും ഭയങ്കര അഭിമാനമുണ്ട്. ഒരു മനുഷ്യൻ്റെ 1 രൂപയ്ക്ക് പോലും ആഗ്രഹിക്കാതെ ഇപ്പോൾ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അവർ തമ്മിലുള്ള കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ സംസാരിക്കാൻ പോയവിടെയും ആരെയോ കടം സ്വന്തം നിലക്ക് ഏറ്റെടുത്ത് അവർക്ക് പൈസ കൊടുത്ത കഥ അടക്കോട്ട് 1 ലക്ഷം രൂപയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് ഞാൻ തരാമെന്ന് പറയും. ഇതൊന്നും വലിയ കോടിക്കണക്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഉണ്ടോ ഇല്ലയോ ഒരാളിനെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുക എന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഞാൻ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്റ്റാർട്ടിങ് ട്രബിൾ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പറയാം, മരണം എന്നുള്ളത് വാസ്തവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഒരു കൊല്ലം മുമ്പ് എൻ്റെ ചാച്ചാൻ്റെ മരണം എന്നെ വല്ലാതെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, അത്താൻ്റെ അനിയൻ. അല്ലാതെ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിച്ച് ഇങ്ങനെ കരച്ചിലും സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ അത്ത പറയും എല്ലാവർക്കും മരണമുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകും, അപ്പോൾ ആ ഒരു ഇത് നീ മനസ്സിൽ ഉൾക്കൊള്ളണം എന്നുള്ളത്. എനിക്ക് അതൊരു സങ്കടം ഇനിയും പോകാത്തപ്പോഴാണ് അത്തയും കൂടെ പോയി എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അസറിന് നിസ്കരിക്കുമ്പോൾ ഒരു നേരം ആത്മാർത്ഥമായിട്ട് എൻ്റെ അത്താൻ്റെ ഖബറിനും വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഒന്ന് എന്തെങ്കിലും എൻ്റെ അത്ത ചെയ്ത ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ഏതെങ്കിലും ഒരു ഫാമിലിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിൻ്റെ കൂലി നിങ്ങൾക്കും ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കും ആ ചെയ്ത് മാതൃക കാണിച്ച എൻ്റെ അത്താക്കും കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് അതുവരെയും ഒരു മനുഷ്യൻ്റെ നിന്നും ഒരു പൈസയും വാങ്ങാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് മാത്രം ചിലവഴിച്ച ആ ഒരു മനുഷ്യനാണ്. ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.